ബിൽഡിംഗ് മെറ്റീരിയൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മെറ്റീരിയൽസ് ആണ്, ഒന്ന് സിമെന്റും അതുപോലെ തന്നെ ബ്രിക്കും. ഈ സിമെന്റിന്റെയും ബ്രിക്കിന്റെയും മാനുഫാക്ചറിങ് കോമ്പോസിഷൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന മൂന്ന് പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് ആണ്. ഒന്ന് അലൂമിന, മറ്റൊന്ന് ലൈമ്, ദെൻ പിന്നെ ഒന്നാണ് സിലിക്ക എന്ന് പറയുന്നത്. ഇവരുടെ മൂന്ന് പേരുടെയും ഫങ്ഷൻസ് ബ്രിക്കിൽ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലും സിമെന്റിൽ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഡിഫറെന്റ് ആണ്. അപ്പൊ നമുക്ക് ഇവരുടെ ഫങ്ഷൻസിനെ കുറിച്ച് ഒരുമിച്ച് ഒന്ന് കമ്പയർ ചെയ്ത് പഠിച്ചു നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സിമെന്റിലെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള ലൈമിനെ കുറിച്ചാണ്. നമ്മളൊരു സിമെന്റ് എടുക്കുമ്പോൾ സിമെന്റിൽ 62 to 67% നമുക്ക് ലൈം കാണാനായിട്ട് സാധിക്കുക. ഈ ലൈമാണ് നമ്മുടെ സിമെന്റിന് വേണ്ട ബൈൻഡിങ് സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്ന് വിചാരിച്ച് നമ്മൾ ഒരുപാട് എക്സസ് ആയിട്ട് ലൈം സിമെന്റിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സിമെന്റ് അൺസൗണ്ട് ആയി മാറുന്നു. ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന ലൈമിന്റെ എമൗണ്ട് കുറഞ്ഞു പോവുകയാണെങ്കിലോ, ലൈമിന്റെ എമൗണ്ട് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ സ്ട്രെങ്ത് കുറയുന്നു, അതുപോലെ തന്നെ ക്വിക്ക് സെറ്റിങ്ങിന് അത് കാരണമായി മാറുന്നു. ഇനി ഇതേ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള ലൈം നമ്മുടെ ബ്രിക്കിലോട്ട് വരുന്ന സമയത്ത് ലൈമിന്റെ ഫംഗ്ഷൻ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കാം. നമ്മൾ ബ്രിക്കില് ലൈമിന്റെ പെർസെൻറ്റേജ് ലെസ് ദാൻ 5% ആയിട്ടാണ് പറയാം. 5% കൂടുതൽ ലൈം കണ്ടന്റ് ബ്രിക്കിൽ ഉണ്ടാവാനായിട്ട് പാടില്ല. ഓക്കെ, ഇനി ലൈമിന്റെ ഫംഗ്ഷൻ എന്താ? ലൈം ഷ്രിങ്കേജ് പ്രിവെന്റ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. മാത്രമല്ല ഒരു ബ്രിക്ക് മാനുഫാക്ചറിങ്ങിലെ ഫ്ലക്സ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഇൻഗ്രീഡിയന്റ് ആണ് ആര്? ലൈം എന്ന് പറയുന്നത്. ഇനി എക്സസ് ആയിട്ട് നമ്മൾ ലൈം ബ്രിക്കിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രിക്ക് മെൽറ്റ് ചെയ്ത് ഷേപ്പ്ലെസ് ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞത് എന്താ? ബ്രിക്കിലെ ഫ്ലക്സ് ആണ് ലൈം എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും സിമെന്റിലെ ഫ്ലക്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്? വേറെ ആരുമല്ല, സിമെന്റിലെ ഫ്ലക്സ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഇൻഗ്രീഡിയന്റ് ആണ് അലൂമിന എന്ന് പറയുന്നത്. അലൂമിന നമ്മൾ സിമെന്റിൽ നോക്കുകയാണെങ്കിൽ 3 മുതൽ 8% വരെ ആയിരിക്കും നമുക്ക് സിമെന്റിൽ കാണാനായിട്ട് സാധിക്കുക. ഇനി ഇവരുടെ ഫംഗ്ഷൻ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഫ്ലക്സ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഇൻഗ്രീഡിയന്റ് ആണ്. മാത്രമല്ല ഇവർ ക്വിക്ക് സെറ്റിങ്ങിന് കാരണമാകുന്ന ഒരു ഇൻഗ്രീഡിയന്റ് കൂടിയാണ്. ഇനി ഇതേ അലുമിനിയെ ഞാൻ ബ്രിക്കിലേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ബ്രിക്കില് 20 to 30% നമുക്ക് അലുമിന കാണാനായിട്ട് സാധിക്കുക. എല്ലാ ബ്രിക്കിലെയും അല്ലെങ്കിൽ എവറി കൈൻഡ് ഓഫ് ക്ലേയിലെ പ്രിൻസിപ്പൽ കോൺസ്റ്റുവന്റ് അല്ലെങ്കിൽ ചീഫ് ഇൻഗ്രീഡിയന്റ് ആയിട്ട് നമ്മൾ വിളിക്കുന്നത് അലൂമിനയാണ്. എന്താണ് അലുമിനിയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ? അലുമിനയാണ് നമ്മുടെ ബ്രിക്കിന് വേണ്ട പ്ലാസ്റ്റിസിറ്റി ഇമ്പാർട്ട് ചെയ്യുന്നത്. ഇനി അലുമിന എക്സസ് ആയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? റോ ബ്രിക്കിന്റെ ക്രാക്കിംഗ്, ഷ്രിങ്കേജ്, വാർപ്പിംഗ് പോലെയുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. ഓക്കെ, മൂന്നാമത്തെ ഇൻഗ്രീഡിയന്റ് ആരാ? മൂന്നാമത്തെ ഇൻഗ്രീഡിയന്റ് സിലിക്കയാണ് അല്ലെ. ഓക്കെ, സിലിക്കയെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ സിമെന്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് സിമെന്റിൽ 17 to 25% നമുക്ക് സിലിക്കയെ കാണാനായിട്ട് സാധിക്കുക. സിലിക്ക സ്ട്രെങ്ത് ഇമ്പാർട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഇൻഗ്രീഡിയന്റ് ആണ്. ഇനി സിലിക്കയുടെ പെർസെൻറ്റേജ് കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അത് സെറ്റിംഗ് ടൈമിനെ പ്രൊലോങ് ചെയ്യിപ്പിക്കുന്നു. ഇനി ഞാൻ ഈ സിലിക്കയെ ബ്രിക്കിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഒരു ബ്രിക്കരത്തിൽ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് സിലിക്കയാണ്. എത്ര പെർസെൻറ്റേജ് ആണ്? 50 to 60% നമുക്ക് സിലിക്ക ബ്രിക്കിൽ കാണാനായിട്ട് സാധിക്കുക. എന്താണ് ഈ ഒരു സിലിക്ക ബ്രിക്കിന് കൊടുക്കുന്ന ഫംഗ്ഷൻ? ബ്രിക്കിന്റെ യൂണിഫോം ഷേപ്പിന് കാരണമായിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ആണ് സിലിക്ക എന്ന് പറയുന്നത്. സിലിക്ക എക്സസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ബ്രിക്ക് ഷേപ്പ്ലെസ് ആയി മാറുന്നു. കൊഹഷൻ നഷ്ടപ്പെട്ടിട്ട് നമ്മുടെ ബ്രിക്ക് ഷേപ്പ്ലെസ് ആയി മാറുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ഈ 3 ഇൻഗ്രീഡിയന്റുകളുടെയും ബ്രിക്കിലെയും സിമെന്റിലെയും ഫങ്ഷൻസ് ആണ് പറഞ്ഞത്. അപ്പൊ എല്ലാവർക്കും എല്ലാ പോയിന്റ്സും വ്യക്തമായി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്